നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി 11-ാം വാർഡിൽ വൈദ്യഗിരി എസ്റ്റേറ്റിലാണ്. ഇവിടെയാണ് 56 ഏക്കർ സ്ഥലത്ത് ഒരു മാലിന്യ ഡംപ് കേന്ദ്രം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ ഒരു പഠനം ഇവിടെ നടത്തിയിട്ടില്ല. അതിനെതിരെ അതിശക്തമായ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബഹുജന സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരസമിതി നേതാക്കളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ആശയം പങ്കുവയ്ക്കാനായി പോകുന്നത്. നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയിൽ 5 ജില്ലകളിൽ നിന്നുള്ള മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈദ്യഗിരി എസ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ മാലിന്യം കൊണ്ട് ഇവിടെ ഈ കാണുന്ന കുഴിയാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇത് 2 സൈഡിൽ നിന്നും വരുന്ന ഒരു കുഴിയാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺട്രാക്ടർമാർക്ക് ലാഭം എന്ന് പറയുന്നത് 5 വർഷത്തോളം ഇതിനകത്ത് തന്നെ ഇത് ഇടാനുള്ള സൗകര്യം കൂടെ ലാഭം അവർക്കാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ജല ഉത്ഭവിക്കുന്ന പ്രദേശമാണിത്. നീരാട്ടുതടം എന്ന് പറയും. ഈ ജലമാണ് ഇവിടെ നിന്ന് ഇത്തിക്കരയാറ് വരെ ഒഴുകി പോകുന്നത്. ഈ പോകുന്ന പല സ്ഥലങ്ങളിലും ജലസംഭരണികളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി അഞ്ചൽ, ഇടം, ആയൂരൊക്കെ ഉള്ള ജലസംഭരണികളുണ്ട്. ഇത് അത്രത്തോളം ജനങ്ങളെ ബാധിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ തൊട്ടടുത്ത് ഇവിടെ തന്നെ ഒരു 100 മീറ്റർ 80 മീറ്റർ 100 മീറ്റർ അടുത്ത് പിന്നെ ജനവാസ മേഖല 1000-കണക്കിന് 1500-ഓളം വീട് ഈ പത്തടി ഈ ഒരു സൈഡിൽ മാത്രമുണ്ട്. 10,000-കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ പത്തടി മേഖല. ഇവിടെയാണ് ഇത്തരം ഒരു മാലിന്യ പ്ലാന്റിന് വേണ്ടി ആദ്യം ഇവർ ശ്രമിക്കുകയും ശക്തമായ സമരം ഇവിടെ ഉണ്ടാവുകയും ഇതെന്ത് വില കൊടുത്തും ഇതിനെ എതിർക്കും, ഇതിവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് എന്ന എല്ലാ ജനങ്ങളും ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി നിൽക്കുകയാണ്. അതിശക്തമായ ഒരു സമര പരിപാടിയാണ് ഇവരിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കി തന്നെ ഇത് വളരെ താഴ്ചയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും 5 ജില്ലയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളോളം ഇവിടെ മാലിന്യം ഡംപ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒഴുകി തൊട്ടു താഴെയുള്ള ജനവാസ മേഖലകളിലേക്ക് പോവുകയും അത് സാംക്രമിക രോഗങ്ങളും വലിയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. ഇത് അതുകൂടി മുൻകണ്ടുകൊണ്ടാണ് നാട്ടുകാർ അതിശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ സമരത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ വിസ്തൃതിയും ജില്ലകളുടെ എണ്ണവും നോക്കുമ്പോഴാണ്. അവിടെയാണ് ഈ സമരത്തിൻ്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഞങ്ങൾ എന്ത് വില കൊടുത്തും ഈ സമരത്തിനെ ഞങ്ങൾ നേരിടും. ഈ നാട് നമ്മുടെ 2-3 വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മുഴുവൻ ജനങ്ങളും നമ്മളിവിടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ 2 പ്രധാന ആരാധനാലയങ്ങൾ കടന്നു പോകുന്ന സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുകൂടി നല്ല ശുദ്ധമായ നീരറവ കടന്നു പോകുന്ന ഒരു തോടുണ്ട്. തോടെന്ന് പറഞ്ഞാൽ അത് ഇത്തിക്കരയാറ്റി ചെന്ന് ചേരുന്ന തോടാണ്. അതിൽ വരെ അടപ്പുപാറ നേർച്ചപ്പള്ളി ഉണ്ട്. അതിൽ താഴോട്ട് മാറിയ തൃക്കോയിക്കൽ അമ്പലം ദിനേന 1000-കണക്കിന് ആൾക്കാർ വന്ന് കോരി കുടിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീരറവയാണത്. ഇത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ നാട്ടിൽ ഈ വിപത്തിനെ വരാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വാർഡാണ് പത്തടി എരൂർ പഞ്ചായത്തിലെ 11-ാം വാർഡ്. അത്രയും ജനങ്ങൾ ഏകദേശം 2500 വോട്ടർമാരുള്ള ഒരു വാർഡാണ് 11-ാം വാർഡ്. അത്രയും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു 5 ജില്ലകളിലെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. ഇതിൽ നിന്ന് പിന്മാറുന്നത് വരെ ഞങ്ങൾ മരണം വരെയും പോരാടും. ശാസ്ത്രീയമായ ഒരു പഠനം ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് പൊതുവേ ഉയർന്നു വന്നത്. അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പരിശോധനയ്ക്കായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് നിലവിൽ പഠനമൊന്നും നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർ പല രീതിയിൽ രഹസ്യമായി വന്ന് പോകുന്നതല്ലാതെ പരസ്യമായിട്ടൊരു ഇത് വന്നിട്ടില്ല. മാത്രമല്ല സർക്കാരിൻ്റെ പരസ്യമായ നിയമം എന്ന് പറഞ്ഞാൽ ഉറവിട അവിടെ തന്നെ സംസ്കരിക്കണമെന്നുള്ള നിയമമാണ് പരസ്യമായിട്ട് അവർ പറയുന്നത്. അതിന് പറഞ്ഞ സർക്കാർ തന്നെ 5 ജില്ലകൾ ഒരുമിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു കുന്നിൻ്റെ മണ്ടയെ കൊണ്ട് തട്ടുകയാണ്. ഇത് തികച്ചും ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. ഇതൊരു ഏജൻസിയാണ് ശരിക്കും ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത്. സർക്കാർ അതിനോടൊപ്പം നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെതിരെ ഞങ്ങൾ ഈ സംയുക്ത സമരസമിതി കർക്കശമായി തന്നെ ജീവൻ കൊടുത്തും ഈ സമരം ഞങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിനോട് ചേർന്ന് അരുവികളൊക്കെ ഉണ്ട്. ആ അരുവികൾ കേവലം പത്തടി എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ മാത്രം ബാധിക്കപ്പെടുന്നതല്ല. ഇതിൻ്റെ അടുത്ത പഞ്ചായത്തുകളിലേക്കും അടുത്ത വില്ലേജുകളിലുമൊക്കെ ഒഴുകിയെത്താകുന്ന ഈ അരുവിയിൽ കൂടെ മാലിന്യങ്ങൾ പോയാൽ ഈ സ്ഥലങ്ങളെ മുഴുവനും ബാധിക്കപ്പെടുന്ന ഒരു വലിയ ഇഷ്യൂ ആയി തന്നെ ഇത് മാറാൻ സാധ്യതകളുണ്ട്.
അതുകൊണ്ട് ഇവിടുത്തെ ജനത്തിന് ഉണ്ടാകാവുന്ന ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ വേദനാജനകമാണ്. ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റുവാൻ സർക്കാരിൻ്റെ ഒരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ശക്തമായി മുൻപോട്ട് പോകും. ഒരു കാരണവശാലും ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഈ സമരസമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ എടുത്തു കാണിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ ഓരോ വർഷവും മാലിന്യ സംസ്കരണത്തിന് ചിലവാക്കുന്നത് കോടികളാണ്. ആ കോടികൾ ചിലവാക്കുമ്പോൾ ഓരോ പഞ്ചായത്തുകളും മുക്കിനും മൂലയിലും എല്ലാം വേസ്റ്റ് ബിന്നുകളും കൂടുകളും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ മാലിന്യ സംസ്കരണത്തിന് അവിടെ തുക ചിലവഴിക്കുന്നത് കൂടാതെ ആ ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കണം എന്നുള്ളതാണ് ആത്യന്തികമായ കേരള സർക്കാരിൻ്റെ തത്വം. അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ വേസ്റ്റുകൾ സംഭരിക്കുവാൻ പഞ്ചായത്തുകൾ ഫണ്ട് ചിലവാക്കുന്നത് കൂടാതെയാണ് ഇത്തരത്തിൽ ഒരു വലിയ മാലിന്യ പ്ലാന്റ് ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരിയായ നിലപാടാണോ അത്? തികച്ചും ശരിയായ നിലപാടല്ല. ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ ഒരു പദ്ധതിയിൽ നിന്നും പിന്തിരിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്തിരിഞ്ഞ് ഇവിടുത്തെ ഞങ്ങളുടെ ജനങ്ങളെ രക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത്. ഒരു അക്രമ സംഭവം ഉണ്ടാകാതിരിക്കാൻ ബഹുമാനപ്പെട്ട സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിനുവേണ്ടി മുതിരണമെന്നും, അതുപോലെ തന്നെ ഈ പ്രദേശം മുഴുവനും ക്ഷീരകർഷകരുടെ ഒരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ കന്നുകാലികളെ വളർത്തിയും മറ്റ് കാർഷികമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്തും ജീവിക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാർ. തൊട്ടടുത്ത ഈ തോട്ടത്തിന് തൊട്ടടുത്ത് തന്നെ എണ്ണപ്പന പ്ലാന്റേഷനുള്ളത്. അവിടെ നിരവധി തൊഴിലാളികളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലിക്കാരും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ പ്രദേശം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12,000 ചില്ലുവാനം വോട്ടർമാരുള്ള ഒരു വാർഡ്, ഈ കൊല്ലം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വാർഡെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ജനസാന്ദ്രതയുള്ള ഈ സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്ലാന്റ് വരുന്നതിൽ ബഹുമാനപ്പെട്ട സർക്കാർ ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി പറയുന്നു, ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് മറ്റെവിടെയെങ്കിലും ജനങ്ങളില്ലാത്ത പ്രദേശത്തേക്ക് കൊണ്ടുപോയി, ഇത് ഒരിക്കലും ഞങ്ങൾ ഈ മാലിന്യ സംസ്കരണം വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ അത് ജനങ്ങളില്ലാത്ത ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വാദിക്കാനും ജയിക്കാനുമല്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വരും തലമുറകൾ ഞങ്ങളെ ശപിക്കാതിരിക്കണമെങ്കിൽ ഈ പ്ലാന്റ് ഇവിടെ വരാതിരിക്കണം. ഞങ്ങൾ ഏത് തരത്തിലും എല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, എല്ലാ ഗവൺമെൻറ്റിനെയും ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കിത് വേണ്ടേ വേണ്ട. വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സമരസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം വികസനത്തിന് ഇവർ എതിരല്ല, വികസനം വേണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ ജനവാസ മേഖലയിൽ അല്ല ഇത്തരം വികസനങ്ങൾ കൊണ്ടുവരുന്നത്. അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് അവിടുത്തുകാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും ചെയ്യണം. അതിന് വ്യക്തമായ ഒരു പഠനം വേണം. ഈ പത്തടി പ്രദേശങ്ങൾ പ്രകൃതി സുന്ദരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു താഴ്വാരം പോലെ മനോഹരമായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്രകാരം ഒരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവരുന്ന അവസരത്തിൽ ഒരാളെപ്പോലും അത് കേൾക്കുവാനോ അതിൻ്റെ അഭിപ്രായങ്ങൾ ആരായാനോ ഇതിൻ്റെ അധികാരികൾ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ വന്നു നോക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് വളരെ പ്രകൃതി സുന്ദരവും മനോഹരവുമായ ഒരു പ്രദേശമാണ്. ഇവിടെ 50 ഏക്കറിലധികം സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ദൂരവ്യാപകമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കും. അതെന്തൊക്കെയാണ് എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. തലമുറകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ അത് ഇടയാക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇപ്രകാരമുള്ള ക്രമീകരണങ്ങളിൽ നിന്ന് പിന്മാറി മാലിന്യ പ്ലാന്റിന് ഉചിതമായ സ്ഥലം കണ്ടെത്തി അത് നിറവേറ്റുവാനായിട്ട് ഇടയാകണമെന്നുള്ളതാണ് ഈ ദേശത്തിൻ്റെ ആവശ്യം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാനാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനായിട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ പൂർണ്ണ സഹകരണമായി ഒരു പറ്റം ആൾക്കാർ നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ ഇവരുടെ വിഷയങ്ങളിൽ നിന്നും നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. ഈ സമരത്തിന് പിന്തുണ നൽകി കൂടുതൽ വിജയം കണ്ടെത്തുവാനുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്. തീർച്ചയായും ഞങ്ങൾ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ സമരത്തെ നേരിടും. വിജയം ഉണ്ടാകുന്നിടം വരെ ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. സാധാരണക്കാരൻ്റെ ശബ്ദമാണ്, ഈ അവരുടെ നാടിൻ്റെ ഒരു പൊതു വിഷയമാണ്. ഈ വിഷയം സമരങ്ങൾ ശക്തമാകുമെങ്കിൽ മാത്രമേ അത് സർക്കാർ തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളുടെ വരും തലമുറകൾക്ക് വേണ്ടിയും ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും വളരെ ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതായത് എന്തും ചെയ്തും, അതായത് ജീവൻ പണയം വെച്ചും
ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് ജനകീയ സമരസമിതിയുണ്ട്. ഇത് ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇതിവിടെ സ്ഥാപിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജനങ്ങൾ വളരെയധികം ശക്തമായി തന്നെ ഈ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്ത് വില കൊടുത്തും ജീവൻ കൊടുത്തും ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും. കക്ഷി രാഷ്ട്രീയ മതഭേദമെന്നി എല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ഇവിടെ എത്ര പേര് മരിച്ചു വേണ്ടി വന്നാലും ഇവിടെ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള തീരുമാനം. ഇത് വലിയൊരു ജനകീയ പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നു ഇവിടെ മാലിന്യം സ്ഥാപിക്കണം, എവിടെ വേണം സ്ഥാപിക്കാൻ. ഇഷ്ടംമാതിരി സ്ഥലങ്ങൾ ഗവൺമെൻറ്റിനുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ട്രാവലിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങൾ മലയാളം പ്ലാന്റേഷൻ പോലുള്ള പല ഭാഗങ്ങളുണ്ട്. സർക്കാർ അത് കണ്ടെത്താതെ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ചില കൺട്രാക്ടർമാരെയും ചില അഴിമതി കൂടി തന്നെ എന്ന് പറയാം. ആ രീതിയിൽ ഇവിടെ ഇത് സ്ഥാപിക്കാൻ വരിക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വരുന്നത്. ആദ്യം ഞങ്ങൾ സമരം ചെയ്തത് പിന്മാറിപ്പോയി എന്ന് ഞങ്ങൾ എല്ലാവരും ധരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാനായിട്ട് വരുമ്പോൾ ജനങ്ങളതിൻ്റെ 10 ഇരട്ടി ശക്തരായി ആണ് ഇപ്പോൾ സമരമുഖത്തുള്ളത്. ഏത് വില കൊടുത്തും ഇതിനെ തടയും. ഇവിടെ ഈ മേഖലയിൽ ഈ പത്തടിയിൽ ഈ മാലിന്യ പ്ലാന്റ് വരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 100% അങ്ങനെ ചിന്താഗതി സർക്കാരിനുണ്ടെങ്കിൽ അത് പിന്മാറണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഈ സമരം ഏകദേശം 1 വർഷത്തോളം പിന്നിടുന്ന സാഹചര്യത്തിൽ നമുക്ക് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ എന്തെങ്കിലും നിലപാട് ഉണ്ടായിട്ടുണ്ടോ? ഈ സമരം രണ്ട് ഘട്ടം. ഇപ്പം ആദ്യ ഘട്ടം പിന്നിട്ടു. രണ്ടാം ഘട്ടത്തിലാണ് ഈ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം ഘട്ട സമരത്തിൽ നമ്മുടെ വില്ലേജ് മാർച്ച് നടത്തി. അതുകൂടാതെ ഒരു ജനകീയ സദസ്സ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഒരു കാരണവശാലും ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ വരുത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ജനകീയ സമരസമിതിയുടെ ശക്തമായ സമരത്തിന് ഒരു എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ പൊതുവായിട്ട് തന്നെ ഈ സമരസമിതിക്ക് ഈ സമരത്തിന് അനുകൂല നിലപാടാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങളുടെ സമരം വിജയിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏരൂർ പത്തടി പ്രദേശത്ത് ജനവാസ കേന്ദ്രമാണ്. സ്കൂള്, വിദ്യാലയങ്ങൾ, ഹോസ്പിറ്റല് തുടങ്ങി എല്ലാ നിലയിലും ജനപ്രാതിനിധ്യമുള്ള ഈ സ്ഥലത്ത് മലയോര ഹൈവേ ടച്ച് ചെയ്തു പോകുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു മാലിന്യ പ്ലാന്റ് വന്നപ്പോൾ ജനങ്ങളാകെ ഭീതിയിലാണ്, ആശങ്കയിലാണ്. അനുഭവപാഠങ്ങൾ തെളിയിച്ച വിളപ്പിൽ ശാലയുടെയും ബ്രഹ്മപുരത്തിൻ്റെയും ബാക്കി പത്രം ആയിരിക്കുമോ ഞങ്ങളുടെ മേൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കടുത്ത നിരാശയും ആശങ്കയും. അതാണ് ഈ പ്രദേശത്തെ പ്രകൃതി സുന്ദരമായിരിക്കുന്നതായ തോട്ടം മേഖല, കൃഷി സ്ഥലം, ശുദ്ധവായു, ശുദ്ധജലം എല്ലാമുള്ള ഈ സ്ഥലത്ത് ഒരു മേലന്വേഷണവും നടത്താതെ, ഒരു പരിസ്ഥിതി അന്വേഷണവും നടത്താതെ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനങ്ങളെ ഈ നിത്യദുരിതത്തിലേക്ക് വലിച്ചിടുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, വേണ്ട വിധത്തിലുള്ള ഒരു പരിസ്ഥിതി പഠനം ഇവിടെ നടത്തിയിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, അത് തന്നെയാണ്. വേണ്ട വിധത്തിലുള്ള ഒരു പരിസ്ഥിതി പഠനം ഇവിടെ നടന്നിട്ടില്ല. വളരെ രഹസ്യവും ഗൂഢവുമായിരിക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും മതചിന്തകൾക്കും അതീതമായി മനുഷ്യൻ ജീവൻ എന്നുള്ള പ്രമേയത്തിൽ ഞങ്ങൾ ജനകീയമായി ഒന്നിക്കുകയാണ് ചെയ്തത്. അതിൽ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്, മതമില്ലാത്തവരുണ്ട്. മനുഷ്യൻ ജീവൻ, ഇതിന് രണ്ടിനും മഹാഭീഷണിയും
നിത്യദുരന്തവും ദുരിതവുമായി തീരുന്ന ഈ ഹീനമായിരിക്കുന്ന പ്രവർത്തനത്തിനെതിരെ ഞങ്ങൾ സംഘടിക്കുകയാണ്. ഞങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകളെ അവരുടേതായ ജനതിക മാറ്റങ്ങൾക്കും ബുദ്ധിമാന്യതയ്ക്കും എല്ലാ നിലയിലും ഇത് അപകട ഭീഷണിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ജനനിബിഡമായ ഒരു ഏരിയയാണ് ഇത്. ഒരു കുന്നുംപുറമാണ്. മുൻപ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം കൂടിയാണ്. ഈ സ്ഥലത്താണ് മാലിന്യങ്ങൾ തള്ളുന്നതിനുള്ള കേന്ദ്രമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ മനുഷ്യന് ഏറ്റവും വാസയോഗ്യമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു മാലിന്യ കേന്ദ്രം വന്നാൽ സ്വതവേ കുന്നുംപുറമായതിനാൽ ഇതിൻ്റെ മാലിന്യങ്ങൾ അവിടെ കുമ്പിഞ്ഞുകൂടുകയും അത് ജീർണിച്ച് ജനവാസ മേഖലയിലേക്കും തൊട്ടടുത്തുള്ള അരുവിയിലേക്കും എത്തി വലിയ സാംക്രമിക രോഗങ്ങൾ പരത്താൻ ഇടയാവുകയും ചെയ്യും. നമുക്ക് ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറയാമോ? ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ്. തനി ഗ്രാമവാസികൾ, ഏറ്റവും ഗ്രാമീണ ചിന്ത ഉപയോഗിച്ച് ഗ്രാമീണമായി ജീവിക്കുന്ന മനുഷ്യർ അധികമായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ഇന്ന് ലോകത്ത് വളരെ അപൂർവമായ സ്ഥലങ്ങളിലേ ഉള്ളൂ. ഈ സ്ഥലത്ത് ഇത് രണ്ടും യഥേഷ്ടം ലഭിക്കുന്നൊരു പ്രദേശമാണ്. നാനാജാതി മതസ്ഥർ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് വരിക എന്ന് പറയുന്നത് തന്നെ അവരുടെ സ്വാഭാവികമായ ജീവിതാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒന്നായി തീരും. ഒരു കാരണവശാലും അധികാരികൾ ഈ രംഗവുമായി മുന്നോട്ട് പോകാൻ ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നുമില്ല. സമരം എന്ന് പറയുന്നത് ഞങ്ങൾ 2, 3, 4 ഘട്ടങ്ങൾ സമരം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും ആ സമരങ്ങളെല്ലാം തന്നെ വളരെ വിജയകരമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. ഒരു കാരണവശാലും ഈ പ്ലാന്റ് ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന രീതിയിൽ ഇവിടെ ഞങ്ങളിത് സമ്മതിക്കുന്നുമില്ല. അധികാരികളോട് ഇവർ വളരെ ശക്തമായ ഭാഷയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. പൂർണ്ണ വിജയമാണ് അവരുടെ ലക്ഷ്യം. നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ ജില്ലകളുടെയാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തട്ടുമെന്നാണ് മനസ്സിലാക്കാൻ? 5 ജില്ലകളുടെ, അതായത് കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെയും ഏതാണ്ട് നിരവധി മുനിസിപ്പാലിറ്റികളുടെയും നഗരസഭകളുടെയും കരമാലിന്യങ്ങളാണ് സാനിറ്ററി ലാൻഡ് ഫിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രതികൂല ഘടകങ്ങൾ അവഗണിച്ചു കൊണ്ടിട്ടാണ് ഈ കരമാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സാമൂഹികമായി പറഞ്ഞാൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാൽ ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിക്കും, എത്രായിരം പേരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും, അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കും എന്നൊരു പദ്ധതി നിലവിലില്ല എന്നതാണ്. പാരിസ്ഥിതികമായി പറഞ്ഞാൽ അതീവ ദുർബലമായ വനാതിർത്തിയോട് ചേർന്ന വർഷങ്ങൾക്ക് മുമ്പ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഉരുളുപൊട്ടിയ ഒരു മേഖലയിൽ യാതൊരുവിധ ശാസ്ത്രീയ പഠനങ്ങളും നടത്തപ്പെടാതെ തികച്ചും ദുരൂഹമായി നടപ്പിലാക്കപ്പെടുന്നത് കൊണ്ടാണ് വിവിധ കക്ഷി രാഷ്ട്രീയ ജനങ്ങൾ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് പോകാൻ നിർബന്ധിതരായത്. സ്വാഭാവികമായി പ്രകൃതി രമണീയമായി ഈ പ്രദേശത്ത് ഇത് നടപ്പിലാക്കപ്പെടുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന ഇത്തരം ആഘാതങ്ങൾ തീർച്ചയായിട്ടും വളരെ വലുതാണ്. അതിനെല്ലാം ഉപരി ഒരു പബ്ലിക് ഹിയറിംഗ് സോഫാർ ഇതുവരെ നടത്തപ്പെട്ടിട്ടില്ല. ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾക്ക്, MLA, MP അടക്കമുള്ളവർക്ക്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് നടപ്പിലാക്കപ്പെടുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ ഒരു സംസ്ഥാനത്ത് പഞ്ചായത്തിന് ഇതിന് എന്താണ് പറയാൻ കഴിയുന്നത്, പഞ്ചായത്തിൻ്റെ നിലപാട് എന്താണെന്ന് പോലും ആരായാതെ ജനങ്ങളുടെ ഹിതം, അവരുടെ മനസ്സ് എന്താണെന്ന് അറിയാതെ നടപ്പിലാക്കുന്ന പദ്ധതി സ്വാഭാവികമായി എതിർക്കപ്പെടും എന്നത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 1.5 വർഷമായി അതിശക്തമായ ബഹുജന പ്രക്ഷോഭം വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്നു വരുന്നത്. തീർച്ചയായും ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നതിന് അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് നിലവിലുള്ളത്. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പൊരുതുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ ഭാവിയിൽ വളരെ ദോഷകരമാകാവുന്ന ഒരു സംവിധാനമാണിത്. ഈ സമരവുമായി നിങ്ങൾ എങ്ങനെയാണ് സഹകരിക്കുന്നത്? വരും തലമുറയ്ക്ക് ഇത് യോജനീയകരമായൊന്നും തോന്നുന്നില്ല. കാരണം വെള്ളത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, അസുഖങ്ങളുണ്ടാവും, നിരവധി കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ട്. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ വളർന്നു വരേണ്ട, ഞങ്ങൾക്ക് ഇവിടം വിട്ട് പോകേണ്ടതായി വരും. ഇവിടം വിട്ട് പോകുമ്പോൾ സ്വന്തം നാട് വിട്ടു പോകുന്നു, അതിനനുസരിച്ച് രോഗങ്ങൾ വരുന്നോ ഇല്ലയോ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ, അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് പുതുതലമുറയ്ക്ക് ഉള്ളത്. ഈ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ജനകീയമായിട്ട് എടുക്കുമ്പോൾ
ഭാവി തലമുറയാണ് ഈ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യാനായിട്ട് യുവജനങ്ങളുടെ ആ ഒരു പ്രാതിനിധ്യം ഈ സമരവുമായി ബന്ധപ്പെട്ട്, ഈ ജനകീയ സമരവുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട്? വളരെയധികമുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു നിഗമനത്തിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതുണ്ട്. ഇത് മാലിന്യ പ്ലാന്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അതിൻ്റെ ദോഷങ്ങൾ എന്തായിരിക്കും, ഗുണങ്ങളുണ്ടോ? എന്നാൽ ചിലർ പറയുന്നു ഗുണങ്ങളുണ്ടെന്ന്. അതിലൊരു ഉപരി ഇതിൽ നല്ലതല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതരരുത് എന്ന് ഞങ്ങൾക്കും ഇത് പ്രതീക്ഷയുമുണ്ട്. വളരെ ബാധിക്കപ്പെടും. എല്ലാ ജനങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ബാധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനെ ഞങ്ങൾ പൂർണ്ണമായി എതിർക്കും. സമരത്തിനും ശക്തമായ തീർച്ചയായും ഒരു വലിയ ജനകീയ സമരമായിരിക്കും. കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം ജനങ്ങളും എന്തൊക്കെ രീതിയിൽ സർക്കാർ അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചാലും, ജീവൻ പോകേണ്ടി വന്നാൽ പോലും ഞങ്ങൾ നിന്ന് പിന്മാറില്ല. സമരത്തെ എന്ത് വില കൊടുത്തും നേരിടാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിൽ നിന്നും ഒട്ടും പിന്മാറില്ല എന്നാണ് പറയുന്നത്. സമരസമിതിയുടെ പ്രധാന പ്രവർത്തന നിലയിൽ ഈ സമരം കൂടുതൽ ശക്തമാക്കേണ്ടതില്ലേ? കുറച്ചും കൂടെ ജനങ്ങൾ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലത്തിൽ ശ്രദ്ധയാകുന്ന രീതിയിൽ കുറച്ചും കൂടെ ശക്തമാക്കേണ്ടത് എനിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും വരും നാളുകളിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. യാതൊരു കാരണവശാലും മോൾ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യ മേഖലയാണ്. വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 10,000-ഓളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം ഭൂപ്രകൃതി നമുക്കറിയാം. അവിടെ ശുദ്ധജല ഉറവിടമാണ്. വനാന്തരങ്ങളുടെ ഭാഗത്തു നിന്ന് നിർഗളിക്കുന്ന നീരുറവ അത് ഇത്തിക്കരയാറിൽ ചെന്ന് സംഗമിക്കുമ്പോൾ ഇതിനിടയ്ക്ക് ആയിരക്കണക്കിന് ജനങ്ങളുടെ ശുദ്ധജല സ്രോതസ്സാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. തന്നെയല്ല, ഇപ്രകാരം ഒരു 56 ഏക്കർ വിസ്തൃതമായ ഈ ഭൂമിയിൽ ഇതൊരു കുന്നൻപുറമാണ്. ഇവിടെ ഇത്തരത്തിലൊരു മാലിന്യ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഈ കുന്നൻപുറത്ത് ഈ മാലിന്യ പ്ലാന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ താഴ്വാരങ്ങളിലായി അധിവസിക്കുന്ന 20ഓളം കിലോമീറ്റർ കുറയാതെ ചുറ്റളവിലുള്ള ജനങ്ങളെ ഇത് സ്പ്രെഡിങ്, ഇതിൻ്റെ അന്തരീക്ഷ മലിനീകരണം ബാധിച്ച് ശ്വാസ രോഗങ്ങൾ മറ്റും ബാധിക്കും. അവർ മാരകമായ രോഗങ്ങളിൽ അടിമപ്പെടും. തന്നെയുമല്ല, വരും തലമുറ ഈ നാടിനെ വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. ഈ നാട്, ഈ പ്രദേശം സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കിരാതമായ ഒരു അവസ്ഥ സംജാതമാകുമെന്നുള്ള ശക്തമായ ആശങ്കയാണുള്ളത്. ഞങ്ങളുടെ പെൺമക്കൾക്ക് പുറത്തുനിന്നൊരു വിവാഹം ഇവിടേക്ക് കിട്ടാത്തൊരവസ്ഥ, ഞങ്ങളുടെ ആൺമക്കൾക്ക് പുറത്തേക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഇവിടുത്തെ ഞങ്ങളുടെ ജനജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന ദുസ്സഹമായ ഈ ഒരു സാഹചര്യം എന്ത് വില കൊടുത്തും ഈ നാടിൻ്റെ ജനങ്ങൾ ഒരമ്മ മക്കളെപ്പോലെ ഒരു മനവും ഒരു മെയ്യുമായി നിന്നുകൊണ്ട് കക്ഷി, രാഷ്ട്രീയ, ജാതി, മത, വർഗ, വർണ്ണ ചിന്താഗതികൾക്ക് അതീതമായി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും ഈ ഹീനമായ പ്രവൃത്തി, ഈ ഒരു ദുരന്തം ഈ നാട്ടിൽ വരാതിരിക്കുന്നതിന് ആവശ്യമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് കൈകോർക്കുക തന്നെ ചെയ്യുമെന്നാണ് സമരസമിതിക്ക് വേണ്ടി ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. ഇതിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ, ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും പിന്മാറി ജനനിബിഡമല്ലാത്ത വിസ്തൃതമായ ഹെക്ടർ കണക്കിന് ഭൂമി സർക്കാരിൻ്റെ കൈവശമുണ്ട്. മറ്റേതെങ്കിലും ഒഴിഞ്ഞ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ഈ സംരംഭം മാറ്റി പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത്. ഞങ്ങൾക്ക് ഇതിലൊരു വ്യക്തത വേണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു പേപ്പർ ഞങ്ങൾക്ക് വേണം. ഇവിടെ ഒരു കാരണവശാലും മാലിന്യ പ്ലാന്റ് വരില്ല എന്ന് എംപിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പൂർണ്ണമായും ഗവൺമെൻറ്റാണല്ലോ, നമ്മുടെ കേരള ഗവൺമെൻറ്റാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായൊരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിക്കണം. ആ ഉറപ്പ് കിട്ടാതെ വരുന്ന താമസം എത്രത്തോളം വരുന്നോ അത്രത്തോളം ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. ഞങ്ങൾ ഓരോരുത്തരും, ജാതിയില്ല, നേരത്തെ പറഞ്ഞവർ പലരും ഇവിടെ പറഞ്ഞു, ജാതിയില്ല, മറ്റു വർണ്ണങ്ങളൊന്നും തന്നെ ഇല്ല. പൂർണ്ണമായും ഞങ്ങൾ ഈ സമരത്തിന് ശക്തമായി ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ സമരം പൂർണ്ണ വിജയമാകണമെങ്കിൽ സർക്കാർ തലത്തിൽ ഇവർക്ക് ഒരു ഉറപ്പ് വേണം. ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ വരുമോ ഇല്ലയോ? അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണം. സാധാരണക്കാരുടെ ഈ സമരം ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് ഒട്ടും ഭൂഷണമല്ല. അടിയന്തരമായി അതിനൊരു തീരുമാനമുണ്ടാകണം. തീരുമാനമുണ്ടാകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നൊരാവശ്യമാണ് ഈ ചർച്ചയുടെ അവസാനമായി ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ.